ഹായ് ഗൈസ്, നമ്മളെല്ലാവരും തന്നെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമൊക്കെ ഒരുപാട് പ്രോഡക്റ്റ്സ് കാണാറില്ലേ? ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സ് കണ്ടാൽ പലപ്പോഴും നമ്മൾ വാങ്ങുകയും ചെയ്യും. പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അതിലൂടെ തന്നെ നമുക്ക് ഒരു ചെറിയ ഇൻകം ഉണ്ടാക്കാൻ പറ്റിയാലോ? അതെ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. മീഷോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. പ്രത്യേകിച്ച് വീട്ടിലിരുന്ന് പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് എങ്ങനെ തുടങ്ങാം, അല്ലെങ്കിൽ മീഷോ ക്രിയേറ്റർ ക്ലബ്ബ് എന്താണ്, അതിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാം വഴി നമുക്ക് പ്രോഡക്റ്റ്സ് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, ബിഗിനേഴ്സിന് എവിടെ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യണം, ഇതൊക്കെയാണ് വളരെ സിമ്പിളായിട്ട് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിലൂടെ. സോ ഗൈസ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ഇൻകം ഐഡിയ നോക്കിയാലോ? പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന മീഷോ പ്രോഡക്ട്സ് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്ത് കമ്മീഷൻ ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇത് കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും, പക്ഷേ ആക്ച്വലി ബിഗിനേഴ്സിന് മനസ്സിലാക്കി തുടങ്ങാൻ പറ്റുന്ന ഇതിലുള്ള ഒരു പാർട്ട് ടൈം ജോബാണ് മീഷോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. എന്താണ് മീഷോ ക്രിയേറ്റർ ക്ലബ്ബ്? അഫിലിയേറ്റ് ലിങ്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇൻസ്റ്റഗ്രാം വഴി പ്രോഡക്ട്സ് എങ്ങനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം? ഫോളോവേഴ്സ് കുറവാണെങ്കിൽ പോലും എങ്ങനെയാണ് നമുക്ക് ഇത് തുടങ്ങാൻ പറ്റുന്നത്? ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് നോക്കാം. ആദ്യം നമുക്ക് എന്താണ് മീഷോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയാം. നമ്മളൊരു പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നു. ആ പ്രോഡക്ട്സ് വാങ്ങാനായിട്ട് നമ്മൾ അഫിലിയേറ്റ് ലിങ്ക് ഉപയോഗിച്ച് ആരെങ്കിലും പർച്ചേസ് ചെയ്താൽ എലിജിബിൾ സെയിലിന് കമ്മീഷൻ ലഭിക്കും. അതായത് നമ്മൾ പ്രോഡക്റ്റ് സ്റ്റോക്ക് ചെയ്യേണ്ട കാര്യം ഇതിലില്ല, പാഴ്സൽ അയക്കേണ്ട കാര്യമില്ല, കസ്റ്റമർ സർവീസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് നല്ല പ്രോഡക്ട്സ് കണ്ടെത്തുക, ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ അത് കാണിച്ചു കൊടുക്കുക, അഫിലിയേറ്റ് ലിങ്ക് ഷെയർ ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. മീഷോ ക്രിയേറ്റർ ക്ലബ്ബ് എന്താണെന്ന് പലർക്കും ഇന്നും അറിയില്ല. ഈ ക്രിയേറ്റർ ക്ലബ്ബിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മീഷോ ക്രിയേറ്റഡ് ക്ലബ്ബ്. ഇതിലൂടെ പ്രോഡക്ട്സ് ചൂസ് ചെയ്യാനും അഫിലിയേറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനും കണ്ടൻറ്റ് പെർഫോമൻസ് നോക്കാനും ഇത് വളരെയധികം സാധിക്കും. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്സ് പ്രൊമോട്ട് ചെയ്തു, എത്ര ക്ലിക്സ് കിട്ടി, ഓർഡർ എത്രയായി, കമ്മീഷൻ എത്രയായി തുടങ്ങിയുള്ള പെർഫോമൻസസിൻ്റെ ഇൻഫർമേഷൻസ് നോക്കാനായിട്ടുള്ള ടൂൾസ് നമുക്കിതിൽ ലഭിക്കും. അതിനാൽ തന്നെ വെറുതെ നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യുന്നതിന് പകരം ഏത് ടൈപ്പ് ഓഫ് കണ്ടൻറ്റാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അഫിലിയേറ്റ് ലിങ്ക് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഇനി ഇതാണ് വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. ആദ്യം മീഷോയുടെ ക്രിയേറ്റർ അല്ലെങ്കിൽ അഫിലിയേറ്റ് സെക്ഷനിൽ അക്കൗണ്ട് നമ്മൾ സെറ്റപ്പ് ചെയ്യുക. അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. കമ്മീഷൻ ലഭിക്കുന്നതിന് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് പോലുള്ള പേയ്മെൻറ്റ് ഇൻഫർമേഷൻസ് നമ്മൾ അതിൽ ആഡ് ചെയ്യേണ്ടി വരും. ശേഷം നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ആ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. ക്രിയേറ്റഡ് ടൂൾസിൽ നമ്മൾ ക്രിയേറ്റഡ് അഫിലിയേറ്റ് ലിങ്ക് പോലുള്ള ഓപ്ഷൻ ലഭിക്കും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ലിങ്ക് ജനറേറ്റ് ചെയ്യുക. ആ ലിങ്കാണ് നമ്മൾ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഡിസ്ക്രിപ്ഷൻ ബയോ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് സോഷ്യൽ മീഡിയ കണ്ടൻറ്റ് വഴി നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. ആപ്പിൻ്റെ വേർഷൻ അനുസരിച്ച് നമ്മുടെ ബട്ടണുകളുടെ പേരിലും പ്ലേസ്മെൻറ്റ്സിലും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടായിരിക്കും. നമ്മൾ ഇൻസ്റ്റഗ്രാം വഴി നമുക്കിതെങ്ങനെ പ്രൊമോട്ട് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ഇവിടെയാണ് നമ്മൾ കുറച്ച് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് നിങ്ങളിപ്പം ഒരു ഹോം ഓർഗനൈസേഷൻ പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾ റാൻഡമായിട്ട് ഒരു 20 പ്രോഡക്റ്റ്സ് നിങ്ങൾ ഷെയർ ചെയ്യുന്നതിന് പകരം ഒരു നിച്ച് വയ്ക്കുക. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു കിച്ചൺ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, ഈ പ്രോഡക്റ്റ് എനിക്ക് യൂസ്ഫുൾ ആയി തോന്നിയത് എന്തുകൊണ്ടാണ് അത് പറയുക. അതിന് പറ്റിയൊരു ചെറിയ റീൽ ഉണ്ടാക്കുക. അപ്പം പ്രോഡക്ട്സ് എന്താണ്, ആരൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ആർക്കൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ഇതിൻ്റെ പ്രത്യേകത, ഇതെല്ലാം സിമ്പിളായിട്ട് പറയുക. അവസാനം നിങ്ങൾ ആ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. ഇതാണ് ആളുകൾക്ക് കൂടുതൽ നാച്ചുറലായിട്ട് തോന്നുന്ന ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഫോളോവേഴ്സ് വളരെയധികം കുറവാണെങ്കിൽ പല ബിഗിനേഴ്സും ആദ്യം തന്നെ പേടിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഫോളോവേഴ്സ് ഇല്ല, എങ്ങനെയാണ് നിങ്ങൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുമെന്ന്. എന്നാൽ നമുക്ക് ഫോളോവേഴ്സിനെ മാത്രം നോക്കാതെ നമുക്ക് കണ്ടൻറ്റ് ക്വാളിറ്റിയിലും കൺസിസ്റ്റൻസിയിലും ഫോക്കസ് ചെയ്യുക മാത്രം ചെയ്യുക. നിങ്ങളൊരു 1000 പ്രോഡക്റ്റ്സ് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യമൊക്കെ ദിവസവും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് കണ്ടെത്തി അതിനെക്കുറിച്ചൊരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങൾ ആമസോണിൽ അല്ലെങ്കിൽ മീഷോയിൽ കിട്ടിയ യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ പ്രോഡക്ട്സ്, ഇപ്പം 300 to 200 താഴെ കിട്ടുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഹോം പ്രോഡക്ട്സ്, ഈ പ്രോഡക്ട്സ് വാങ്ങുന്നതിന് മുന്നേ ഇത് നോക്കൂ. പക്ഷേ പറയുന്ന കാര്യത്തിൽ നല്ല ജെന്യൂനിറ്റി ഉണ്ടായിരിക്കണം. ഇപ്പം നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലാത്ത പ്രോഡക്ട്സിനെ കുറിച്ച് നിങ്ങൾ പേഴ്സണൽ എക്സ്പീരിയൻസ് പോലെ ഒരിക്കലും പറയാതിരിക്കുക. ബിഗിനേഴ്സിന് ഇതെങ്ങനെ തുടങ്ങാമെന്ന് പറയാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇൻ മൈ കേസ്, എൻ്റെ കേസിലാണെങ്കിൽ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നമുക്ക് വലിയൊരു ഇൻകം വേണമെന്ന് കരുതാതെ തന്നെ നമുക്ക് പ്രോസസ്സ് ചെയ്യാം. ഞാനാണെങ്കിൽ ചെയ്യുന്നത് ഒരു നിച്ച് വയ്ക്കും, അതിലൊരു 10 പ്രോഡക്ട്സ് നമ്മൾ കണ്ടെത്തും. ഓരോ പ്രോഡക്ട്സും ചെറിയൊരു കണ്ടൻറ്റ് ഐഡിയ ഉണ്ടാക്കും. അഫിലിയേറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിനും റീൽസിലും ഒക്കെ സ്റ്റോറീസ് പോലുള്ള കണ്ടൻറ്റ്സ് നാച്ചുറാലിറ്റി ഉള്ള രീതിയിൽ ഇടുക. വർക്ക് ചെയ്യുന്ന കണ്ടൻറ്റ് സ്റ്റൈൽസിൽ വീണ്ടും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് സ്ലോലി ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പറഞ്ഞ ലിങ്ക്
സ്പാം ചെയ്തുണ്ടാക്കുന്നതല്ല. നമ്മളൊരു 10 പ്രോഡക്റ്റ്സ് എടുത്തിട്ട് എല്ലാത്തിലും ബൈ നൗ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആളുകൾക്ക് ട്രസ്റ്റ് കുറയും. പക്ഷേ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്യുന്നത് പോലെ ചെയ്യുക. അത് യൂസ്ഫുൾ ആണെന്ന് തോന്നി, അതുകൊണ്ട് നിങ്ങളത് ഷെയർ ചെയ്യുന്നു എന്ന രീതിയിൽ ജെനുവിനായിട്ട് സംസാരിക്കുക. പ്രോഡക്ട്സിൻ്റെ റിവ്യൂസ്, ക്വാളിറ്റി എന്നിവയും നമ്മൾ പറയാൻ സാധ്യതയുള്ളതിനാൽ നമുക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ കറണ്ട് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നതും വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മീഷോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇത് ഒരു ദിവസം കൊണ്ട് നമുക്ക് വലിയ ഇൻകം ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു മാജിക്കൊന്നുമല്ല. പക്ഷേ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ശരിയായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് ടൈമായിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് മീഷോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ആദ്യം ചെറിയ രീതിയിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഒരു കാറ്റഗറി തിരഞ്ഞെടുക്കുക, കുറച്ച് നല്ല പ്രോഡക്റ്റ്സ് കണ്ടെത്തുക, കണ്ടൻറ്റ് ഉണ്ടാക്കുക. പിന്നെയെന്ന് പറയുന്നത് ഏതാണ് വർക്ക് ചെയ്യാനുള്ളത് എന്ന് നോക്കിയിട്ട് നമ്മൾ സ്ലോലി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ ഇൻകം ഉണ്ടാക്കുന്നതിനേക്കാളും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രോസസ്സ് വളരെയധികം പഠിക്കുന്നത് നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള ഓൺലൈൻ ഇൻകം ഐഡിയാസ്, പാർട്ട് ടൈം വർക്ക്സ്, യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സൊക്കെ അറിയാനായിട്ട് ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ഗൈസ്, ടേക്ക് കെയർ, താങ്ക് യു.